അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവ് നമുക്കറിയാം കർണാടകയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെടുകയും ഇപ്പൊ അത് സംബന്ധിച്ചൊരു വിവാദം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അർജുൻ മരിച്ച് സ്വർഗത്ത് ചെന്ന് ഇരിക്കുകയാണ് എന്ന് നമ്മൾ കരുതി. ഈ വിവാദങ്ങൾ അർജുൻ കാണുമ്പോൾ അയാൾക്ക് തോന്നുന്നത് എന്തായിരിക്കും എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ ഇന്നലെ കടന്നു വന്നു. അപ്പൊ ഞാന് എന്റെ സുഹൃത്തൊരു ദർശൻ രാജ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, ദുബൈയിലാണ്. അദ്ദേഹം മനോഹരമായി എഴുതുന്ന ആളാണ്. ഞാനപ്പോ അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്റെ ഉള്ളിലുള്ള ഈ ആശയം അദ്ദേഹത്തോടൊന്ന് പങ്കുവച്ചു. എനിക്ക് മനോഹരമായി അത് ഇന്നലെ രാത്രിയിൽ എഴുതി ഒന്ന് അയച്ചു തന്നു. നമസ്കാരം പ്രിയ സഹോദരങ്ങളെ, അങ്ങകലെ സ്വർഗത്തിൽ നിന്നും അർജുനാണ്. ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും ഞാൻ ജീവനോടെ മടങ്ങി വരാൻ പ്രാർത്ഥിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമേ നന്ദി പറയുന്നു. 71 ദിവസം എനിക്ക് അന്നം തന്നുകൊണ്ടിരുന്ന ലോറിയിൽ നിന്നും ഞാൻ അന്നം കഴിക്കാൻ ഒരുക്കി വെച്ച പാത്രങ്ങളോടെ നിങ്ങൾ എന്നെ പുറത്തെടുത്തു. പക്ഷേ ഒന്നും വേണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. എനിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന പലരും ഇന്ന് അതേ എനിക്ക് വേണ്ടി ചേരിതിരിഞ്ഞ് തമ്മിൽ കലഹിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെ അന്തിച്ചർച്ചകളിൽ കിടത്തി ദഹിപ്പിക്കാനാണോ എന്റെ ദേഹത്തെ നീ വെളിച്ചം കാട്ടിയത്? ജീവൻ പോയപ്പോൾ ഞാൻ ഇത്രയും കരഞ്ഞില്ല. ഇന്ന് ഞാൻ നെഞ്ചുപൊട്ടി കരയുകയാണ്. അരികിൽ ആരും വരണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്ന് നിങ്ങളുടെ സ്വന്തം അർജുൻ.